ആണ്. നെയിൽകാർട്ടിലെ ഒരു പ്രൈം ഷോപ്പിംഗ് മെമ്പർ ആവാനായിട്ട് വെറും 750 രൂപ മതി. ഇനി ഈ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ആ കൊടുത്ത വ്യക്തിക്ക് കിട്ടുന്നത്? ബിസിനസ് ചെയ്യുന്നത് പിന്നീടാണല്ലോ. ID ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 750 രൂപ മുടക്കിയിട്ടുണ്ട്. ഈ 750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. 375 പ്ലസ് 375 രൂപ വരുന്ന 750 രൂപ വിലക്കുള്ള 2 പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന്. ഒരു എക്സാമ്പിള്, പഞ്ചതുളസി ഡ്രോപ്സും നോനി ഡ്രോപ്സും ഉണ്ട് ഇവിടെ, നോനി എൻസൈമിന്റെ ഡ്രോപ്സും ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ നേരത്തെ ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെട്ടു. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകളിൽ നിന്ന് 2 പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. കമ്പനി ആ പ്രോഡക്റ്റ് കൊറിയർ ആയിട്ട് ID ആക്ടിവേഷൻ ആയോ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. കമ്പനി കൊറിയർ ആയിട്ട് അത് അയച്ചു കൊടുക്കും. DTDC കൊറിയറിലൂടെയാണ് ഇപ്പം അയക്കുന്നത്. അത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഓരോ ആളുകളുടെയും വീടുകളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുന്ന സംവിധാനമാണ് നെയിൽകാർട്ട് ഡെലിവറി സിസ്റ്റമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ക്യാഷ് കൊടുത്തു, ID ആക്ടിവേഷൻ ആയി, അത് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ID ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ, നമ്മുടെ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 വാലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് നെയിൽകാർട്ട്. ഒന്ന് റീചാർജ് റെഡീം വാലറ്റ് ആണ്. ആ റീചാർജ് റെഡീം വാലറ്റിലേക്ക് ഒരു 750 റെഡീം പോയിന്റ് നമുക്ക് ഇട്ടു തരും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളുടെ മൊബൈൽ ഫോണുകൾ, എനിബഡി, നമുക്ക് ആരുടെ മൊബൈൽ ഫോണുകൾ വെച്ചെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എങ്ങനെ റീചാർജ് ചെയ്യുന്നത്? നമ്മൾ ഫോൺ പേ, ഗൂഗിൾ പേ വഴിയൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ 349 രൂപ വേണ്ട, ജിയോ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ട, നമുക്ക് റൗണ്ട് ചെയ്യാം, ഒരു 500 രൂപ കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു ഉദാഹരണമാണ്. ഗൂഗിൾ പേ വഴി ചെയ്യുന്ന സമയത്ത് 504 രൂപ ഈടാക്കും. ഗൂഗിൾ പേ 4 രൂപ സർവീസ് ചാർജ് ഈടാക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, അതേ 500 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൈറ്റിൽ കൂടെ, നമ്മുടെ ID-യിൽ കൂടെ അതേ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 4 രൂപ അധികം ഈടാക്കില്ല എന്ന് മാത്രമല്ല, എത്ര സംഖ്യക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് അതിന്റെ 2% കുറവ് മതി. ആ കുറവ് എമൗണ്ട് ആണ് നമ്മുടെ വാലറ്റിൽ നിന്ന് കട്ട് ചെയ്ത് പോകുള്ളൂ. മീൻസ് 490 രൂപ കട്ട് ചെയ്ത് പോകുള്ളൂ, 500 റീചാർജ് നടക്കും. ഇങ്ങനെ നമുക്ക് ആരുടെ ഫോൺ വേണമെങ്കിൽ റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റീചാർജ് ചെയ്ത് ഈ കിഴിവ് 2% റിബേറ്റ് കിട്ടി 750 രൂപ ആകുന്നത് വരെ ആ കിഴിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് നമ്മൾ കൊടുത്ത പൈസക്ക് പ്രോഡക്റ്റ് കിട്ടി, നമ്മുടെ ID ആക്ടിവേഷൻ ആയി. മാത്രമല്ല പൂർണ്ണമായിട്ടും ആ 750 റുപ്പീസ് ഈ പറഞ്ഞ രീതിയിൽ DTH റീചാർജ് ചെയ്തിട്ടോ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തിട്ടോ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല. അത് കഴിഞ്ഞിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് മറ്റു കാര്യങ്ങൾ. നമുക്ക് റീചാർജ് റെഡീം വാലറ്റ് പോലെ തന്നെ നമ്മുടെ ID-യിൽ ഒരു ഷോപ്പിംഗ് റെഡീം വാലറ്റ് ഉണ്ട്. അതിലേക്കും ഒരു 750 റെഡീം പോയിന്റ് കമ്പനി ക്രെഡിറ്റ് ചെയ്തു തരും. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ആകെ 2 ചെറിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ക്യാഷ് കൊടുത്താലും പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഓക്കെ. പക്ഷെ മറ്റൊരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ റെഡീം പോയിന്റിന്റെ 50% ഉപയോഗിക്കാം. ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിൽ 500 നമുക്ക് ഈ റെഡീം പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. 500 രൂപ നമുക്ക് റെഡീം പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. റെഡീം പോയിന്റിൽ നിന്ന് എടുക്കാം. വേണ്ട, 500 രൂപ ക്യാഷ് കൊടുത്താൽ മതി, 1000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 250 ബാലൻസ് ഉണ്ടാവും കേട്ടോ റെഡീം ഷോപ്പിംഗ് വാലറ്റിൽ. സപ്പോസ് അങ്ങനെയല്ല, നമ്മൾ ഒരു 1500 രൂപ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുവെങ്കിൽ ബാക്കി 750 കൊടുത്താൽ മതി, 750 നമുക്ക് റെഡീം പോയിന്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയും നമുക്ക് 750 രൂപ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നെയിൽകാർട്ടിൽ ID ആക്ടിവേഷൻ ചെയ്ത ഒരാൾക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്? ID ആക്ടിവേഷൻ ആവുന്നുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. ആൻഡ് 750 രൂപയുടെ 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ട് 750 രൂപ റീചാർജിലൂടെ ക്യാഷ് ബാക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് 750 രൂപയുടെ ബെനിഫിറ്റ് കമ്പനി അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അതായത് 750 രൂപ കൊടുത്തൊരു വ്യക്തിക്ക് 2250 രൂപയുടെ ബെനിഫിറ്റ് കമ്പനി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒന്നിങ്ങനെ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തി നോക്കൂ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഗേറ്റ് വേ, ഒരു എൻട്രി? അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ആരോടും പറയാവുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആണ് ഇവിടെ നെയിൽകാർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് ഇൻകം, വരുമാനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നോക്കൂ, ഫസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ലൈവ് ടീം ബോണസ് ആണ്. നമ്മുടെ ID ആണിത്, നമ്മുടെ ID ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഒട്ടനവധി ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിച്ചിരിക്കും. ഒന്ന് ശ്രമിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞാൽ ഈ ബിസിനസ് കേൾക്കാൻ തയ്യാറുള്ള, മനസ്സിലാക്കാൻ തയ്യാറുള്ള ആളുകൾ ആരൊക്കെയാണ്? അത് നല്ല ബിസിനസ് ആണോ അത്ര നല്ലതല്ലാത്തതാണോ കേൾക്കാൻ തയ്യാറുള്ള ആളുകളെ നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ മിനിമം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രസന്റേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ്റെ സപ്പോർട്ടോടെ കൂടിയിട്ട് കൃത്യമായിട്ട് ഈ ബിസിനസ് ഒന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക.
സപ്പോസ് ലെഫ്റ്റ് ടീമിൽ 2 പേരെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു, നമ്മൾ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് കൊടുത്തു. അവിടെ ഒരു 400 PV 400 പോയിന്റ് വാല്യൂ അവിടെ വന്നു. ഒരാൾ അസോസിയേറ്റ് ചെയ്ത 200 ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരാൾ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു, അവിടെ 200 PV വന്നു. സോ ഇങ്ങനെ ഈ 2+1 2:1 എന്ന് പറഞ്ഞുള്ള അനുപാതം നമ്മുടെ ഐഡിയുടെ താഴെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻകം ഫസ്റ്റ് കമ്മീഷൻ നമുക്ക് കിട്ടുകയാണ്. 200 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. 200 രൂപ വരുമാനം കിട്ടുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. വളരെ ആർക്കും തോന്നുന്നില്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റ് ഇൻകത്തിന് മാത്രമാണ് ഈ 2:1 ആവശ്യമുള്ളത്. പിന്നെയൊക്കെ 1:1 ആണ്. ഇപ്പൊ ലെഫ്റ്റ് ടീമിൽ ഒരു എൻട്രി വന്നു, റൈറ്റ് ടീമിൽ ഒരു എൻട്രി വന്നു. ഈ 1+1 എൻട്രി വന്നു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് 200 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. കാരണം 200 PV പോയിന്റ് വാല്യൂ ലെഫ്റ്റ് ടീമിൽ വന്നു, 200 PV റൈറ്റ് ടീമിൽ വന്നു. ഒരു PV എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. 1 PV = 1 rupee. സോ 200 PV മാച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഇൻകം 200 രൂപയാണ്. ആൻഡ് 3+3 ബിസിനസ് വന്നു എന്ന് വിചാരിക്കുക. സോ 200 × 3 600 രൂപ നമ്മുടെ ഇൻകം ആണ്. ഇങ്ങനെ ലെഫ്റ്റ് ടീമിൽ സപ്പോസ് 10 ബിസിനസ് വന്നിട്ടുണ്ട്, റൈറ്റ് ടീമിൽ ഒരു 5 ബിസിനസ് വന്നിട്ടുണ്ട്. മാച്ചിങ് നടന്നത് 5+5 ആണ്. 200 × 5 എന്ന് പറഞ്ഞാൽ 1000 രൂപ നമ്മുടെ വരുമാനമാണ്. അധികമുള്ള 5 അടുത്ത ക്ലോസിംഗിലേക്ക് കയറി ഫോർവേഡ് ചെയ്തിരിക്കും. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഓരോ ക്ലോസിംഗിലും നമുക്ക് 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കും. ഇവിടെ ഓരോ ക്ലോസിംഗും നടക്കുന്നത് ഓരോ മണിക്കൂറിലുമാണ്. പെർ അവർ ഓരോ മണിക്കൂറിലും നമുക്ക് 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 1000 × 24 എന്ന് പറഞ്ഞാൽ 24,000 രൂപ നമുക്ക് ഈ മാച്ചിങ് കമ്മീഷനിലൂടെ ലൈവ് ടീം ബോണസിലൂടെ പെർ ഡേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പെർ ഡേ അങ്ങനെയാണെങ്കിൽ ഒരു മാസം 7,20,000 രൂപ നമുക്ക് ഇൻകം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വെച്ചിട്ട് 750 രൂപ എൻട്രി കൊടുത്തിട്ട് 750 രൂപ കൊടുക്കുന്ന വ്യക്തിക്ക് 2,020 രൂപയുടെ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 750ന്റെ ഓരോ മാച്ചിങ്ങിനും ആ 200 രൂപ കമ്മീഷനിലൂടെ ഓരോ മണിക്കൂറിലും 1000 രൂപ വരുമാനം എടുക്കാൻ സാധിക്കുന്ന, ഒരു ദിവസം 24,000 രൂപയുടെ മാക്സിമം ഇൻകം എടുക്കാൻ സാധിക്കുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് തുടക്കത്തിലെ. അതാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. ആർക്കും തുടക്കത്തിൽ ആ ഒരു വരുമാനമാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും 1000 രൂപ വരുമാനം എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ജോലി ചെയ്യുന്ന, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒന്ന് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഒരു ഇൻകം ആണ്. ഇവിടെ ഒരു വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് പറയാതെ പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരു 3 ബിസിനസ് സെന്റർ മാജിക്. നോക്കൂ, ഇവിടെ മേൽക്കാട്ടുള്ള ID അടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു ID ക്രിയേറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് 3 ID ക്രിയേറ്റ് ആവും അവരുടെ തന്നെ പേരിൽ. നോക്കൂ, എ എന്ന് പറഞ്ഞ വ്യക്തി, എക്ക് 3 ID ഉണ്ട്. സോ ഇവിടെ എ എന്ത് ചെയ്തു അറിയോ? 3 ബിസിനസ് സെന്റർ മാജിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എ ചെയ്തത്? അദ്ദേഹത്തിന് 3 ID ഉണ്ടെങ്കിലും ഒരു ID ആക്ടിവേഷൻ ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് ഒരു 5+5 ബിസിനസ് കൊണ്ടുവന്നു. 200 × 5 1000 രൂപ എക്ക് വരുമാനം കിട്ടി. എന്നാൽ ബി ചെയ്തത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് 3 IDയും ആക്ടിവേഷൻ ചെയ്തു. 750 × 3 2250 രൂപയെ വേണ്ടു. അതിന്റെ ഒരു 2 മടങ്ങ് ബെനിഫിറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊള്ളും. ആൻഡ് ഇവിടെ ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും തന്നെ ഇവിടെയും ഉണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തത് B2ന്റെ താഴെയായിട്ട് AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B3യുടെ താഴെയായിട്ട് AB 2 ടീമിനെ ഡെവലപ്പ് ചെയ്തു. B2ന്റെ താഴെയായിട്ട് 5+5 ബിസിനസ് കൊണ്ടുവന്നു. B3 താഴെ അത്രയും ബിസിനസ് കൊണ്ടുവന്നു വിചാരിക്കുക. B2ൽ ഇവിടെ ഒരു 1000 രൂപ ഇൻകം കിട്ടി അല്ലെ, 200 × 5. അതേപോലെ തന്നെ B3യിലും 1000 രൂപ ഇൻകം കിട്ടി. B1ൽ തീർച്ചയായിട്ടും നമുക്ക് 1000 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ ബി ബിസിനസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു മണിക്കൂറിൽ 3000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 1000 രൂപ മാത്രമാണ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു ഐഡിയാണ് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളൂ. എക്ക് ഒരു ദിവസം 24,000 രൂപ വരുമാനം കിട്ടുമ്പോൾ ബിക്ക് അങ്ങനെയല്ല. ഒരു മണിക്കൂറിൽ 3000 രൂപ കിട്ടുന്നത് കൊണ്ട് ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് 72,000 രൂപ വരെ മാക്സിമം ഇൻകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തിലോ അദ്ദേഹത്തിന് 21,60,000 രൂപ വരെ വരുമാനം ഏൺ ചെയ്യാനുള്ള പരിധി അവിടെയുണ്ട്. നമ്മൾ ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യോ, 2-3 ചെയ്യോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ അവർ മാജിക്കൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് 750, അത് 2,250 രൂപയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സമുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്തതിനു ശേഷം ബാക്കി പിന്നീട് എപ്പോൾ വേണമെങ്കിലും അടുത്ത 2 ഐഡിയകൾ ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ സാധിക്കുന്ന വ്യക്തികളെല്ലാവരും 3 ഐഡിയ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് ബിസിനസ് തുടങ്ങേണ്ടതാണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അടുത്തൊരു ഇൻകം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ എന്താ പറയാ ത്രസിപ്പിക്കുന്ന ഒരു ഇൻകമാണ്. അത്രയധികം എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഒരു ഇൻകമാണ്.
ദാറ്റ് ഈസ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. നമ്മൾ എന്നും ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നാൽ പോരാ. നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, എക്സ്പെഷ്യലി ബിസിനസ്സിലാണെങ്കിലും ശരി, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അടുത്തടുത്ത ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി പോകണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ ഒപ്പമുള്ള ടീംമേറ്റ്സിനെയും പതുക്കെ കൈ പിടിച്ചിങ്ങനെ ഒപ്പം കൊണ്ടുപോകണം, മൾട്ടി ലെവലിലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ നമുക്ക് 10 ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. നമുക്ക് 10 സ്റ്റാർ ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, തേർഡ് സ്റ്റാർ, അങ്ങനെ 10th സ്റ്റാർ വരെ ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇൻകം പ്ലാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ID ആക്ടിവേഷൻ ചെയ്തപ്പോൾ നമുക്ക് ആക്ടിവേഷൻ വാലറ്റ്, നമുക്ക് റീചാർജ് വാലറ്റും ഷോപ്പിംഗ് വാലറ്റും നമ്മൾ പരിചയപ്പെട്ടതാണ്. അതിൽ റീചാർജ് ചെയ്തിട്ട് കുറെ ക്യാഷ് ബാക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. പല പല പ്രോഡക്റ്റിൽ വാങ്ങിച്ചിട്ട് ഷോപ്പിംഗ് വാലറ്റിൽ കിട്ടിയുള്ള റെഡീം പോയിന്റ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ ആ 2 വാലറ്റുകളും വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. നോക്കൂ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു, 500 രൂപ കൊടുത്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ 500 രൂപ കമ്പനിക്ക് വെറുതെ കൊടുത്തതാണോ? അല്ല. ആ കൊടുത്ത 500 രൂപ പൂർണ്ണമായിട്ടും നമ്മുടെ റീചാർജ് വാലറ്റിലേക്ക് വരുന്നുണ്ട്. ആ 500 രൂപ പൂർണ്ണമായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാം റീചാർജ് ചെയ്യുന്നതിലൂടെ. ആ 500 രൂപ പൂർണ്ണമായിട്ടും ഷോപ്പിംഗ് വാലറ്റിലേക്ക് പോകുന്നുണ്ട്. 500 രൂപ കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. സോ 500 രൂപ കൊടുത്ത് ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ ഇരട്ടി ബെനിഫിറ്റ് തിരിച്ച് കിട്ടുന്നുണ്ട്. അടുത്തടുത്ത സ്റ്റാറുകൾ ഇങ്ങനെയാണ്. സെക്കൻഡ് സ്റ്റാർ 1000 രൂപ, ദെൻ 1500, 2000, 2500, അങ്ങനെ 5000 രൂപ വരെയാണ് 10 സ്റ്റാർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഓരോ തവണ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടും അതിന്റെ ഇരട്ടി ബെനിഫിറ്റ് തിരിച്ചെടുക്കാവുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട് താനും. സോ ഒരാൾക്കും യാതൊരു പരാതിയുമില്ല സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ. പിന്നെ നമ്മൾ ഇനി ഇതൊന്ന് പ്രൊമോട്ട് ചെയ്താലോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്? ഇപ്പോ നമ്മൾ ഒരു 10 പേരെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ഒക്കെയാണ്. അവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മാച്ചിങ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് കിട്ടാനായിട്ട് നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച അത്രയും ആളുകൾ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കും. 10 പേരാണ് ചെയ്യൽ, 10 പേര് 1 2 3 4 5 എന്ന് പറഞ്ഞ് 10th വരെ 10 വരെ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും നമ്മുടെ ഐഡിയ തൊട്ട് താഴെയായിട്ട്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതുപോലെ, ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തതുപോലെ ആ 10 പേരിൽ ഒരാൾ ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തു. അദ്ദേഹത്തിന് 500 ചെയ്തതിൽ 1000 രൂപ ബെനിഫിറ്റ് അദ്ദേഹം എടുത്തോളും. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ അങ്ങനെ ചെയ്തെന്ന കാരണത്താൽ ആ 100% സംഖ്യയും ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് 500 രൂപ ബോണസ് നമുക്ക് കിട്ടി. ആൻഡ് 10 പേരും അങ്ങനെ ചെയ്താലോ 500 × 10 5000 രൂപ ആ ഫസ്റ്റ് ലെവലിൽ നിന്ന് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ആ ഫസ്റ്റ് ലെവലിലുള്ള ആ ആളുകൾ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ സെക്കൻഡ് ലെവലാണ്. ആ സെക്കൻഡ് ലെവലിലുള്ള ആൾക്കാർ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 1000 രൂപയാണ് സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് 2000 ബെനിഫിറ്റ് അദ്ദേഹം തിരിച്ചെടുത്തോളും, ഷോപ്പിംഗ് വാലറ്റിലൂടെ ആയിട്ടും റീചാർജ് വാലറ്റിലൂടെ ആയിട്ടും. നമ്മുടെ സെക്കൻഡ് ലെവലിലുള്ള ഒരാൾ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1000 രൂപ മുടക്കിയപ്പോൾ പൂർണ്ണമായിട്ടും 1000 രൂപ വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ 100 പേരുണ്ടെങ്കിൽ 10 പേര് 10 പേരെ കൊണ്ടുവന്നാൽ ഉദാഹരണമാണ് കേട്ടോ, കൂടാൻ കുറയാം. 1000 × 100 എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ സെക്കൻഡ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ലെവലിൽ അവിടെ 1000 പേരുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് 1500 രൂപയാണ് നമ്മുടെ മൂന്നാമത്തെ ലെവലിലുള്ള ആളുകൾ മൂന്നാമത്തെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന് 1500 രൂപ ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ 1000 പേരുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. 10 പേരുള്ളൂ വിചാരിക്കുക, 1500 × 1000 15 ലക്ഷമാണ്. ഓക്കെ, വെറും 10 പേരെ ഉള്ളൂ മൂന്നാമത്തെ ലെവലിൽ. 1500 × 10 15,000 രൂപ നമുക്ക് കിട്ടുന്നുള്ളൂ. എത്ര പേരുണ്ടോ അവരൊക്കെ സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്തോ ആ എമൗണ്ട്. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് 4 5 എന്ന് പറഞ്ഞ് 10ാമത്തെ ലെവൽ വരെ പോകുന്ന സമയത്ത് ഈ ഒരു ഇൻകം പ്ലാനിൽ നിന്ന് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരുമാനം നമുക്ക് കിട്ടാവുന്ന വളരെ വലിയൊരു സാധ്യതയാണ് ഈ ഇൻകം പ്ലാനിലുള്ളത്. നമ്മുടെയൊക്കെ ഷോപ്പിംഗ് വാലറ്റുകൾ കൂടി റെഡീം പോയിന്റ് കൂടി വരും. നമ്മുടെയൊക്കെ റീചാർജ് വാലറ്റിൽ റെഡീം പോയിന്റ് കൂടി വരും. അതൊക്കെ നമുക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിസിനസ് പ്രൊമോട്ട് ചെയ്താലോ വലിയ വരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സച്ച് എ ഗ്രേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് മൂന്നാമത്തെ ഒരു ഇൻകമാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആണ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റിനും ഇത്ര PV ഉണ്ട്, പോയിന്റ് വാല്യൂ ഉണ്ട്. സോ ഒരു 1200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീപർച്ചേസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അതിന് 100 PV ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 1200 രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. 100 PV അതിനുള്ളത് കൊണ്ട് ആ 100 രൂപ നമുക്ക് തിരിച്ചു തരും. ബിക്കോസ് 1 PV = 1 rupee. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റിന് വില എത്രയേ ഉള്ളൂ? 1100 ആയുള്ളൂ. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിന് PV നമുക്ക് തിരിച്ചു കിട്ടും. റീപർച്ചേസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. MRP DP തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഈ വരുമാനം നമുക്കിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് റീപർച്ചേസ് ടീം ബോണസ്.
ഈ ഒരു വരുമാനം ഇല്ലാത്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവരുത്. ഇവിടെ വളരെ എക്സലന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്പനി നമുക്ക് റീപർച്ചേസ് ടീം ബോണസ് തരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഐ ഡി തന്നെയാണ് കേട്ടോ, അത് യു ഇറ്റ് ഇസ് അവർ ഐ ഡി, സെയിം ഐ ഡി. നമ്മുടെ അതേ ലെഫ്റ്റ് ടീം റൈറ്റ് ടീം നമുക്ക് ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, റൈറ്റ് ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അതേ സ്ട്രക്ചറിൽ ഇവിടെയും ഉണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ടീമിൽ ഒരാൾ ഒരു 100 PVയുടെ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. 100 PV വരുന്ന പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. റൈറ്റിൽ ഒരാൾ 100 PV വരുന്ന പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. സോ 1 PV 1 rupee, 100 PV മാച്ചിങ് നടന്നപ്പോൾ നമുക്ക് റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. സോ 3000 PV റീപർച്ചേസ് നടന്നു, നമ്മുടെ ഇൻകം 3000 ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ റീപർച്ചേസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു എക്സലന്റ് സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ നമുക്ക് എത്ര വരുമാനം കിട്ടിയോ ആ വരുമാനത്തിൽ നിന്ന് 10% നമ്മുടെ റീപർച്ചേസ് ബഡ്ജറ്റിലേക്ക് മാറ്റി വെക്കും. 1000 രൂപ വരുമാനം കിട്ടി 100 രൂപ, 10000 രൂപ വരുമാനം കിട്ടിയിട്ട് 1000 രൂപ. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ടീംമേറ്റ്സിനും റീപർച്ചേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. റീപർച്ചേസ് നടക്കുകയില്ലേ? അഡീഷണൽ ആയിട്ട് പല പല പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹം നമുക്കുണ്ട്. നമ്മുടെ വാലറ്റിൽ നമ്മൾ കമ്മീഷൻ വാങ്ങിച്ചാൽ മതി നെയിൽ കാർട്ടിൽ നിന്ന്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി റീപർച്ചേസ് ബിസിനസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ 5000 PV മാച്ചിങ് നടന്നു, നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. സോ ഈ രീതിയിൽ ഡെയിലി പെർ ഡേ നമുക്ക് 5000 രൂപ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് റീപർച്ചേസ് ടീം ബോണസ് ആയിട്ട്. നമുക്ക് ഒരു ഐഡിയ അല്ല, 3 ഐഡിയ ഉണ്ട്. 5000 × 3 എന്ന് പറഞ്ഞാൽ 15000 രൂപ പെർ ഡേ നമുക്ക് റീപർച്ചേസ് ലിമിറ്റ് ഉണ്ട്. സോ ഒരു മാസത്തിൽ നമുക്ക് 15000 × 30 എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം രൂപ റീപർച്ചേസ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സലന്റ് ഇൻകം പ്ലാൻ, റീപർച്ചേസ് ടീം ബോണസ്. ഇപ്പൊ ഇങ്ങനെ ഈ ഇൻകം പ്ലാൻ ഒരു ദിവസം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൂട്ടത്തിലൊരു വ്യക്തി ചോദിച്ചു, അതൊക്കെ ശരി തന്നെയാണ്, സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മാസം മാസം വാങ്ങിച്ചു കൊണ്ടിരിക്കേണ്ട കമ്പൽസറി പർച്ചേസിംഗ് ഇല്ലേ, അതൊക്കെ വീടാന്തരം കൊണ്ട് ആളുകൾക്ക് വിൽപ്പന നടത്തണ്ടേ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട്. അതിനുശേഷമാണ് ഈ ഒരു കാര്യം ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തത്. നോക്കൂ, ഇവിടെ സംഗതിയുടെ പേഴ്സണൽ പർച്ചേസ് ഉണ്ട്, പക്ഷെ ഓൺലി 250 PV മാത്രം, 250 PV മാത്രമാണ് നമ്മൾ വാങ്ങേണ്ടത്. അത് വർഷത്തിലൊരിക്കലും മതി, വർഷത്തിലൊരിക്കൽ. അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. സോ ഇവിടെ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു പ്ലാനിൽ ഇല്ല. അത്രയും എക്സലന്റ് ആയിട്ടാണ് വിജയപുരം സാർ നമുക്ക് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു തന്നിട്ടുള്ളത്. ആൻഡ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതേവരെ പറഞ്ഞിട്ടുള്ള വരുമാനങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് അതിനേക്കാൾ വലിയ വരുമാനമാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. ലെവൽ അപ്ഗ്രേഡ് ബോണസ് നമുക്ക് 10 ലെവൽ വരെ തന്നിരുന്നു, 10 സ്റ്റാർ വരെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് കിട്ടുന്നത് 5 ലെവൽ വരെ മാത്രമാണ്. പക്ഷെ ഇവിടെ 5 ലെവൽ വരെ കിട്ടിയാൽ മതി നമുക്ക്, ബാക്കിയുള്ളതിനേക്കാൾ വലിയ വരുമാനമായിട്ട് ഇത് മാറുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെവലില്, ഈ ഫസ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തു, നമ്മൾ 10 പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ 10 പേര് ലെവൽ അപ്ഗ്രേഡ് ബോണസിലും നമ്മുടെ ഫസ്റ്റ് ലെവലായിരുന്നു. ഇവിടെയും എന്താ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിലും അവർ നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. ആ ആളുകൾ വാങ്ങിക്കുന്ന തൊട്ട് മുന്നൊരു വരുമാനം പറഞ്ഞില്ലേ, 100 PV മാച്ച് ചെയ്തപ്പോൾ 100 രൂപ ഒരു ദിവസം നമുക്ക് ഒരു ഐഡിയയിൽ 5000 രൂപ മാക്സിമം റീപർച്ചേസ് ഇൻകം വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഫസ്റ്റ് ലെവൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് എത്രയാണോ റീപർച്ചേസ് ഇൻകം ഡെയിലി വാങ്ങിക്കുന്നത്, ടോട്ടൽ വാങ്ങിക്കുന്നത്, അതിന് 50% നമുക്ക് കിട്ടും, 50%. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ അവർ ഡെയിലി ഒരു 1000 രൂപ വേണ്ട, നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മാസത്തിൽ ഒരാൾ ഒരു 1000 രൂപ വരുമാനം വാങ്ങിക്കാന്ന് വിചാരിക്കുക, 10000 രൂപ അവർ ടോട്ടൽ ഈ മാസം വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. സോ 5000 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആയിട്ട്. ഈ വരുമാനം കിട്ടാനായിട്ട് നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ബോണസ് ഉണ്ടല്ലോ, ആ ലെവൽ അപ്ഗ്രേഡിൽ 2 ലെവല് നമ്മുടെ ലെവൽ 2 സ്റ്റാർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലിന് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടും. സെക്കൻഡ് ലെവലിന് അത് കിട്ടാനായിട്ട് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടാനായിട്ട് അടുത്ത 2 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ 10 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ 5 ലെവലിൽ നിന്നും ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബിസിനസ് ടീം ഇങ്ങനെ വലുതാവും തോറും നമുക്ക് ആ വക കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സെക്കൻഡ് ലെവലിൽ നിന്ന് 20% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നുണ്ട്. 100 പേര് അവിടെ ഉണ്ടെങ്കിൽ ആ 100 പേര് മാസത്തിൽ ഒരിക്കലും ഓരോരുത്തരും 1000 രൂപ റീപർച്ചേസ് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് 20% എന്ന് പറഞ്ഞാൽ 20000 രൂപ നമ്മുടെ വരുമാനമാണ്. അടുത്ത ലെവലില് 10,000 പേരുണ്ടെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേര് ഓരോ മാസവും ഒരു 1000 രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ
1000 into 1000 10 ലക്ഷം രൂപ വരുമാനം അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമ്മുടെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. ഇങ്ങനെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആ 4th ലെവലിൽ നിന്നും 5th ലെവലിൽ നിന്നൊക്കെ ആ 10% നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഇത് റിപ്പീറ്റ് ആയിട്ട് ഡെയിലി ഇൻകം ആണ് ഇവിടെ നടക്കുന്നത്. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് നമുക്ക് വീക്ക്ലി ആണ് സെറ്റ് ചെയ്യുന്നത്. സോ എത്ര കാലം നമുക്ക് റീപർച്ചേസ് നമ്മുടെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അത്രയും കാലം റെഗുലർ ആയിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി കൂട്ടി പറയല്ല, അതൊന്നിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡെയിലി നമുക്ക് 1 ലക്ഷം രൂപ അതിനേക്കാൾ മുകളിലൊക്കെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ലാസ്റ്റ്, റാങ്ക് ആൻഡ് റിവാർഡ്സ്. റാങ്ക് ആൻഡ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 6 റാങ്കുകളാണ്. ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രൗൺസ് റാങ്ക് ആണ്. ബ്രൗൺസ് റാങ്ക് അച്ചീവ് ചെയ്തു നെയിൽകാർട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ലാപ്ടോപ്പ് തരും. അത് കുമുലേറ്റീവ് ആയിട്ടല്ലേ, ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും കുമുലേറ്റീവ് ആയിട്ട് വരുന്ന റീപർച്ചേസ് PV ഇങ്ങനെ കൂടി വന്നാൽ മതി. 2 ലക്ഷം PV മാച്ച് ചെയ്ത ഫസ്റ്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്തു, നമുക്ക് ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ആ രീതിയിൽ കുമുലേറ്റീവ് ആയിട്ട് റീപർച്ചേസ് ഇങ്ങനെ കയറി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫോറിൻ ട്രിപ്പ്, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, അങ്ങനെ സുപ്രീം റാങ്ക്, ക്രൗൺ റാങ്ക് വരെ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ ഒരു ടോട്ടൽ സംഗതി ഉള്ളൂ. നമുക്ക് ഓരോ മണിക്കൂറിലും 1000 രൂപ കമ്മീഷൻ മേടിക്കാൻ സാധിക്കുന്നു. ഒരു ദിവസം 72,000 രൂപ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഒരു മാസത്തിൽ 21,60,000 രൂപ വരെ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു ലൈവ് ടീം ബോണസിലൂടെ. ആൻഡ് ലെവൽ അപ്ഗ്രേഡ് ബോണസ്, 1000 ലക്ഷങ്ങളും കോടികളും വരുമാനം കിട്ടുന്ന ഒരു ഇൻകം. ആൻഡ് റീപർച്ചേസ് PV, പേഴ്സണൽ PV ബോണസ്. ആൻഡ് റീപർച്ചേസ് ടീം ബോണസ് ഡെയിലി 5,000 രൂപ, 3 15,000 രൂപ, 4 ലക്ഷം രൂപ ഒരു മാസത്തിൽ റീപർച്ചേസിംഗ് വാങ്ങിക്കാൻ സാധിക്കുന്നു. ആൻഡ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആൻഡ് റാങ്ക് ആൻഡ് റിവാർഡ്സ്. ഇതിന്റെ ഒരു ടോട്ടാലിറ്റി, ടോട്ടൽ വാല്യൂ നമ്മൾ കണക്കാക്കുകയാണെന്നുവെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇതൊക്കെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു 750 രൂപ, അല്ലെങ്കിൽ 3 ID ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കഴിയുന്ന ആൾക്കാർക്ക് 2250 രൂപ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അതിന്റെ 2 മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. സച്ച് എൻ എക്സലന്റ് പ്ലാറ്റ്ഫോം. നമ്മുടെയൊക്കെ ലൈഫ് മാറ്റിമറിക്കാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഫ്രം റൈറ്റ് നൗ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട്, വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുക. ഒരു റോൾ മോഡലായിട്ട് നമുക്ക് മാറണം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നെയിൽകാർട്ട് നമുക്ക് റോൾ മോഡലാക്കണം. So wish you all the best. Thank you all. Thank you very much.